അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ആ DVRൻ്റെ ബാറ്ററി പോയിട്ടുണ്ട്. അതിനകത്തൊരു 3 വോൾട്ട് സെല്ല് വരും, അത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വരുമ്പോഴത്തേക്കുള്ള മെയിൻ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ DVR റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കുള്ള ടൈം ഒരിക്കലും കറക്റ്റ് ആയിരിക്കില്ല, എപ്പോഴും ഡിഫറൻ്റ് ആയിരിക്കും. ഒരിക്കൽ കറണ്ട് പോയിട്ടൊക്കെ തിരിച്ച് വരാൻ നേരത്ത് വീണ്ടും ടൈം റീസെറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പം മൊത്തത്തിൽ ഉൾട്ടയാവും, കാരണം നമ്മൾ റെക്കോർഡാവുന്ന ടൈം വേറെ, ഇതിനകത്ത് നമ്മൾ റിയൽ ലൈഫിലുള്ള ടൈം വേറെ. അപ്പോൾ മൊത്തത്തിൽ ഡിഫറൻ്റ് ആയിരിക്കും. നമുക്ക് പിന്നെ അതിനകത്ത് കറക്റ്റായിട്ട് ഒരു വീഡിയോ ഒരു വിഷ്വലും കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള പല വിഷയങ്ങളുണ്ട്. അപ്പോൾ ടൈം ഡേറ്റ് ഇത് മസ്റ്റായിട്ടും ഒരു CCTVയിൽ കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് മാറിക്കഴിഞ്ഞാൽ നമുക്കിത് വെച്ചുകൊണ്ട് വലിയ യൂസില്ലെന്നല്ല, നമുക്ക് കറക്റ്റ് എന്തെന്ന് അതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്ന ടൈമിലുള്ള സാധനങ്ങൾ കറക്റ്റ് ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പല മോഡലിലും ഓരോരോ വ്യത്യാസമുണ്ട്. CP+ൻ്റെ വേറെയാണ്, ഹിക്വിഷൻ്റെ വേറെയാണ്. അതിൻ്റെ മോഡൽ നമ്പർ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ബാറ്ററി എവിടെയാണ് കിടക്കണമെന്ന് അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു 3-4 സ്ക്രൂ ആണ് സൈഡിൽ, വാറൻറ്റി കഴിഞ്ഞതാണെങ്കിൽ അത് നമുക്ക് തന്നെ ചെയ്യാന്നുള്ളൂ. അയച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ബാറ്ററി മോഡൽ കാണാം. നമുക്ക് ആ മോഡൽ വെച്ച് അടുത്തുള്ള ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ഷോപ്പിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഈസി ആയിട്ട് കിട്ടും. 30 രൂപയുള്ള ഒരു ബാറ്ററി മാറ്റി റീപ്ലേസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബാറ്ററി റീപ്ലേസ് ചെയ്യുന്ന വീഡിയോയിലോട്ട് പോകാം. ആക്ച്വലി ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളെ DVRൽ നമ്മളെ CCTV ക്യാമറ ചെക്ക് ചെയ്യാൻ നേരത്ത് നമ്മളെ ഇപ്പോഴത്തെ ടൈം ആയിരിക്കില്ല കാണുന്നത്. ടൈം ചേഞ്ച് ആയി ഓരോ പ്രാവശ്യം കറണ്ട് പോകുമ്പോഴും ടൈം ചേഞ്ച് ചെയ്യാൻ വരും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സിസ്റ്റത്തിലൊക്കെ കാണുമ്പോൾ ഇതിനകത്ത് ഒരു ബാറ്ററി ഉണ്ട്. അത് DVR ബാറ്ററി എന്ന് പറയും. ഒരു CMOS ടൈപ്പ് ബാറ്ററിൻ്റെ ഒരു ചെറിയ 3 വോൾട്ട് ബാറ്ററിയാണ്. ആ ബാറ്ററിയുടെ ചാർജ് തീരുമ്പോഴാണ് നമ്മൾ ഈ ടൈം ഓട്ടോമാറ്റിക് എപ്പോഴും റീസെറ്റ് ആവണം. അപ്പോൾ നമ്മൾ അതിന് ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ DVRൻ്റെ പവറെല്ലാം ഓഫ് ചെയ്യുക. പവറെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ സൈഡിൽ 2 സ്ക്രൂ ആണ്, അപ്പർ സൈഡിൽ അതേപോലെ ഈ സൈഡിൽ 2 സ്ക്രൂ ആണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഈ ബാക്ക് പോർഷൻ അവിടെ സ്ക്രൂ കഴിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഇവിടെ 2 സ്ക്രൂ ആണ്. അങ്ങനെ മൊത്തത്തിൽ ഒരു 6 സ്ക്രൂ ഉണ്ട്. 6 സ്ക്രൂ അഴിച്ചതിന് ശേഷം നമുക്ക് നമ്മളെ DVR ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇത്രയാണ് നമ്മുടെ DVRൻ്റെ മദർ ബോർഡും പിന്നെ അതിൻ്റെ ഹാർഡ് ഡിസ്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ DVRൻ്റെ ഈ ബാറ്ററി കാണാൻ പറ്റും. ഇതിൻ്റെ ബാറ്ററിയുടെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CR1220 എന്നുള്ള നമ്പറാണ് അതിൻ്റെ ബാറ്ററിയുടെ നമ്പർ. അപ്പോൾ ഈ സെയിം ബാറ്ററി നമ്മൾ പുതിയ ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. ഞാനിപ്പോൾ പുതിയ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ ബാറ്ററി, CR1220 എന്നാണ് അതിൻ്റെ ബാറ്ററി നമ്പർ. ആക്ച്വലി നമുക്ക് വെറും 30 രൂപയുള്ളൂ. ഈ ബാറ്ററി ഒരെണ്ണം വാങ്ങിച്ചാൽ റീപ്ലേസ് ചെയ്തിട്ട് നമ്മുടെ DVRൽ നമ്മൾ മോട്ടർ കണക്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് ടൈം റീസെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ബാറ്ററി ഇടാം. അപ്പോൾ ബാറ്ററി ഇടാനായിട്ട് നമുക്ക് ഇതേപോലത്തെ ചെറിയ എന്തെങ്കിലും ഒരു ടൂളോ കാര്യങ്ങളോ എന്തെങ്കിലും എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു പിന്നുണ്ട്. അതിൽ ഓരോന്നിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഈ ഒരു പിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ബാറ്ററി ഊരി വരും. അത്രേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ഈ ബാറ്ററി ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ബാറ്ററി. ഇത് വേറെ ഒന്നുമില്ല, ഇതിനകത്ത് ജസ്റ്റ് ഇങ്ങനെ ഇടുക, പ്രസ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അത് ഫിക്സ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ബോക്സൊക്കെ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് മോണിറ്റർ കണക്ട് ചെയ്തതിന് ശേഷം ടൈം റീസെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാ സ്ക്രൂ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിനി മോണിറ്റർ കണക്ട് ചെയ്ത് ഇതിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ മോണിറ്ററിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്യാൻ വേറെ പ്രത്യേകിച്ചല്ല, മോണിറ്ററിൻ്റെ പവർ കൊടുക്കുക. മോണിറ്ററിൽ നിന്ന് HDMI കേബിളുണ്ട്, HDMI കേബിളിലൂടെ കൊടുക്കുക. VG ആണെങ്കിൽ VGA കേബിൾ കൊടുക്കുക. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്കുള്ള പോർട്ട് അതിനനുസരിച്ച് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്കിവിടെ സമയം നോക്കി കാണാം. ഇപ്പം വാച്ചിൽ ഏകദേശം നമുക്ക് 5:35 പക്ഷേ നമ്മളിവിടെ സമയം കാണിക്കണത് 8:14 AM ആണ് കാണിക്കണത്. അതായത് നമ്മൾ ടൈം റീസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡേറ്റ് 6/24 എന്ന രീതിയിലാണ് പറയുന്നത്. ഡേറ്റ് ഏകദേശം കറക്റ്റാണ്, പക്ഷേ ടൈം മാത്രമാണ് നമുക്ക് മാറിപ്പോയത്. അപ്പോൾ നമ്മളെന്തായാലും ബാറ്ററി ഇട്ടിട്ടുണ്ട്. നമുക്കിനി ബാക്കി ടൈം റീസെറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് മൗസിൻ്റെ കേബിളും കൂടെ കൊടുക്കാം. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം
നമുക്ക് മോണ്ടറിൽ നമുക്ക് മൗസിൻ്റെ കട്സർ വരും. നമുക്ക് ബാക്കി ഇനി ഇതിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ DVRനകത്ത് കയറുമ്പോൾ DVR അൺലോക്ക് ചെയ്ത് നമുക്ക് ഇങ്ങനൊരു സ്ക്രീനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മുകളിൽ സെറ്റിങ്സൊക്കെ ഇനേബിൾ ആവും. സെറ്റിങ്സ് എടുത്തതിന് ശേഷം നമുക്കിവിടെ നോക്കുക, ടൈം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് 24 ഹവറാണ്. അപ്പോൾ നമ്മൾ ടൈം ഇപ്പോൾ 5 എന്ന് പറയുമ്പോൾ 17 കൊടുക്കുക. 17, 41, 42. ഓക്കെ, അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നമ്മളെ സ്ക്രീനിൽ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ടൈം അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ DVRലെ ബാറ്ററി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രീതിയിൽ ചെയ്യാം. ഇത് പോരായിട്ട് നമുക്ക് ഇതിനകത്ത് സെറ്റിങ്സിൽ കയറിയിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് ടൈം പോയിട്ട് സിങ്ക് ചെയ്യാനും പറ്റും. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി നെറ്റ് വരുന്ന സമയത്ത് ടൈം സിങ്ക് ആയിക്കോളും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.